3095 നീളം വരുന്നുണ്ട്. പഴയ സിസ്റ്റം തന്നെയാണ്, അതിന് വലിയ വേരിയേഷൻ കൊണ്ടുവന്നിട്ടില്ല. ഇത്രയാണ് നമ്മുടെ ബാക്ക് സ്ട്രക്ചർ വരുന്നത്. സെൻസർ ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. എക്സ് ഷോറൂം പ്രൈസ് ആണ്. ഡൗൺ പേയ്മെന്റ് വരുമ്പോൾ ഒരു വെറും 35,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാൻ പറ്റുന്ന ബജാജിൻ്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് 3 വീലറിനാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ ലെങ്ത് കേട്ടാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സർപ്രൈസിങ് ആയിരിക്കും. 3095 നീളം വരുന്നുണ്ട്. പഴയ വെഹിക്കിളിനെക്കാട്ടി ഏകദേശം 360 നീളം കൂടുതലാണ് ഈ ഒരു വാഹനം. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് അത്യാവശ്യം നല്ല ലഗേജ് കയറ്റാൻ പറ്റും, പാസഞ്ചേഴ്സിനെ കയറ്റാൻ പറ്റും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഈ ഒരു വാഹനത്തിനുണ്ട്. അതുപോലെ മറ്റൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. ഏകദേശം 296 കിലോമീറ്റർ റേഞ്ച് ഈ ഒരു വാഹനത്തിന് ബജാജ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റേഞ്ച് കിട്ടുന്ന നല്ലൊരു ബഡ്ജറ്റ്. അപ്പോൾ സാധാരണ ഒരു ഡ്രൈവേഴ്സിനൊക്കെ ഉള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് വണ്ടി ചാർജ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി വീട്ടിൽ എത്തുമ്പോൾ നമുക്ക് വണ്ടിക്കകത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ടിരിക്കണം. അത്യാവശ്യം ഓട്ടം കിട്ടി 296 കിലോമീറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനും പറ്റും, അത്യാവശ്യം നല്ല സേവിങ്സ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമറുടെ അഭിപ്രായം അനുസരിച്ച് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വെഹിക്കിളാണ് ഈ കാണുന്ന ഒരു 3 വീലർ പാസഞ്ചർ സെഗ്മെന്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പേരിലും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ഗോഗോ എന്നുള്ള പേര് മാറിയിട്ട് വീഗോ എന്ന പേര് വന്നു. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പല സെഗ്മെന്റിലേക്കുള്ള വണ്ടികൾ ബജാജ് ഇപ്പോൾ ഇങ്ങനെ റീസെന്റ് ഇറക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പേരിൽ ചെയ്യുന്നത്. പല സീരീസ് ഉണ്ട്. ഇപ്പോഴത്തെ സീരീസ് നോക്കിയാണെങ്കിൽ 9018 P9018 എന്നാണ് പറയുന്നത്. നേരത്തെ നമുക്ക് 50 സീരീസിൽ വരുന്നുണ്ടായിരുന്നു, 70 സീരീസിൽ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് 9018 എന്ന് പറയുന്നത് 18 നമുക്ക് ബാറ്ററി പാക്കേജിനെ സൂചിപ്പിക്കുന്നതാണ്. ഏകദേശം 17.7 കിലോ വാട്ട് അവർ വരുന്ന ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം റേഞ്ച് കിട്ടുന്ന ഒരു കാര്യം വണ്ടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള മോട്ടർ വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. 6.7 കിലോ വാട്ട് വരുന്ന ഒരു മോട്ടറാണ് ഈ ഒരു വാഹനത്തോടൊപ്പം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം പവർഫുൾ ആണ്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 40 Nm ആണ് വരുന്നത്. നമുക്കൊരു 6 മണിക്കൂർ കൊണ്ട് വണ്ടി ഫുൾ ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ രീതിയിലൊക്കെ ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ബജാജ് ഈ ഒരു സീരീസിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ XL എന്ന് വേണമെങ്കിൽ പറയാം. എക്സ്ട്രാ ലാർജ് വെഹിക്കിളാണ്. നമുക്ക് 3100 അടുത്ത് നീളം വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. നമ്മുടെ റോഡ് കണ്ടീഷൻ അറിയാലോ, ഇന്ത്യൻ റോഡ് കണ്ടീഷൻ എന്നുള്ളൊരു ഒരു ബേസിക് സിറ്റുവേഷൻ ഒരു വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 180 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല വീൽ ബേസ് 2039 വരുന്ന ഒരു ബിഗർ വീൽ ബേസ്. അപ്പോൾ വീൽ ബേസ് ആകുമ്പോൾ നമുക്ക് വാഹനത്തിനകത്തുള്ള സ്പേസ് അത്രത്തോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതാണ് വീൽ ബേസ് കിട്ടിയതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ ബോഡിയുടെ കാര്യത്തിലൊക്കെ നേരത്തെ അത്യാവശ്യം സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇത്തവണയും നല്ലപോലെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പാസഞ്ചർ ഇരിക്കാനുള്ള സ്പേസ്, അതുപോലെ ലഗേജ് വെക്കാനുള്ള, അപ്പോൾ അത്യാവശ്യം നോക്കിയാൽ നല്ല ഹ്യൂജ് ലഗേജ് വെച്ചിട്ടുണ്ട്. നല്ല ലഗേജ് വെക്കാനുള്ള സ്പേസ് വാഹനത്തിന്റെ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ്. ഇനി നമുക്ക് എക്സ്റ്റീരിയറിലേക്ക് ഒന്ന് വരാം. എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ബിഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു വിസിബിലിറ്റി ഉള്ള വിൻഷീൽഡ് ഉണ്ട്. വൈപ്പർ കാണാം. ഈ കാർട്ടറിൽ വൈപ്പറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ബീഡിങ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് റബ്ബർ സൈഡിൽ. അതുപോലെ നമുക്ക് കുറച്ച് കോസ്മെറ്റിക് എലമെന്റിൽ ഉൾപ്പെടുത്തി അതിന്റെ ഒരു ടേണിംഗ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലിയർ വിഷൻ ആണ് ടേണിംഗ് ഇൻഡിക്കേറ്റർ വരുന്നത്. അതുപോലെ ഹെഡ്ലാമ്പ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു LED ആണ്, ക്ലിയർ വിഷൻ ഉൾപ്പെടെയുള്ള ഹെഡ്ലാമ്പാണ് വരുന്നത്. പ്രത്യേകിച്ച് ഒരു വാഹനത്തിന്റെ കളർ നേരത്തെയും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആയിരുന്നു, ഒരു ബ്ലൂ കളർ. ആദ്യത്തെ സെഗ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ EV വെഹിക്കിളൊക്കെ ഒരു ഗ്രീൻ പാറ്റേൺ പിടിക്കുമ്പോൾ ബജാജ് ആണ് അത്യാവശ്യം പറഞ്ഞ ഒരു ബ്ലൂ തീമിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അത്യാവശ്യം നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു കളറാണ് ബ്ലൂ. കുറച്ചുകൂടെ വൈബ്രന്റ് ആണ്. വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കളറിലേക്ക് കൊണ്ടുവരാൻ ബജാജിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു സ്ട്രക്ചർ വൈസ് നല്ലൊരു പാറ്റേണും കാര്യങ്ങളൊക്കെ ആയിരുന്നു വണ്ടിയിൽ വന്നത്. ബാഡ്ജിങ് നമുക്ക് കാണാം. ബജാജ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് അതിനുൾപ്പെടെയുള്ള നമ്മുടെ വീഗോ ബാഡ്ജിങ്, ഏറ്റവും പുതിയ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം. മേ ബി ഹോണ്ട സ്പേസ് ആയിരിക്കാം. എയർ വെന്റിലേഷൻ പോലെ ഒരു ഫീൽ ഉണ്ട്. നമ്മുടെ മഡ് ഗാർഡ് കാണാം. മെറ്റൽ സ്ട്രക്ചറിലാണ് മഡ് ഗാർഡ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഹെവി ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സസ്പെൻഷൻ കാണാം. വീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടയർ പ്രൊഫൈൽ വരുന്നത് 130/80 ആണ് കേട്ടോ. 12 ഇഞ്ച് വീൽ സൈസ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് നേരത്തെ പഴയ വാഹനം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെയിം വീൽ സൈസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുക. അപ്പോൾ അതിനകത്ത് ചേഞ്ചസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ലെങ്തിൽ ചേഞ്ച് വന്നു, വീൽ ബേസിൽ ചേഞ്ച് വന്നു, അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ വലിയ ചേഞ്ചസും കാര്യങ്ങളും വന്നിട്ടില്ല. ഈ ഒരു ഭാഗത്ത് നമ്മുടെ മോട്ടറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഡോർ സ്ട്രക്ചറിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ലെങ്തിലാണ് മാറ്റം വന്നിരിക്കുന്നത്. ഇനി ബാക്ക് സൈഡ് വീൽ നോക്കാം. അതും 12 ഇഞ്ച് സൈസ് തന്നെയാണ് വരുന്നത്. വീഗോയുടെ ബാഡ്ജിക്ക് നമുക്കൊരു വീൽ കപ്പിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ചാർജിങ് പോയിന്റ് വരുന്നത്. അതൊന്ന് തുറന്ന് കാണിക്കാം. നമുക്ക് കീയിട്ട് നമ്മുടെ ചാർജിങ് പോയിന്റ് അൺലോക്ക് ചെയ്യാൻ പറ്റും. 3 കിലോ വാട്ട് വരുന്ന ഓൺ ബോർഡ് ചാർജിനാണ് നമുക്ക് വണ്ടിയിലേക്ക് വരുന്നത് കേട്ടോ. പഴയ സിസ്റ്റം തന്നെയാണ്, അതിന് വലിയ വേരിയേഷൻ കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് കീ വരുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കീയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ലെങ്ത് കൂടിയത് മാത്രമേ ഉള്ളൂ. നമുക്ക് ബൂട്ടിലേക്ക് വരാം. ബൂട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. 540x1470 ആ ഒരു ഡയമെൻഷനിലാണ് നമ്മുടെ നോർമലി വരുന്ന ഒരു ബൂട്ട് വരുന്നത്. നോർമലി വരുന്ന ബൂട്ടിൽ നമുക്ക് ഇത്രത്തോളം സ്പേസ് നമുക്ക് വണ്ടിയിൽ ഉണ്ട്. അത്രയും ലഗേജ് വെച്ചിട്ടുണ്ട്. അത്രത്തോളം വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് കേരളത്തിലാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഔട്ട്സൈഡ് കേരള, തമിഴ്നാട്, കർണാടക അങ്ങനെയുള്ള സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ സാധാരണ അവർ ഈ ഒരു പോർഷൻ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പം നല്ലൊരു സ്പേസ് ആ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ആക്ച്വലി ഇതിൻ്റെ സീറ്റ് ഫോൾഡ് ചെയ്യാം. ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 980 mm കുറച്ചുകൂടി ഈ ഒരു സ്പേസ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനും പറ്റും കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴെയായിട്ട് നമുക്ക് വീഗോയുടെ ബാഡ്ജിങ്, ബജാജ് വീഗോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ്. റിഫ്ലക്ടർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ലൊരു മെറ്റൽ സ്ട്രക്ചറും ബോഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു പ്രൊട്ടക്ഷൻ ഗാർഡും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതുപോലെ നമുക്കൊരു വെർട്ടിക്കൽ സ്ട്രക്ചറിലാണ് നമ്മുടെ ടൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതൊരു
ഫ്രണ്ടിൽ നമ്മുടെ ഹെഡ് ലാമ്പ് കണ്ട പോലെ തന്നെ ക്ലിയർ വിഷൻ തന്നെയാണ് ആ ഒരു ഭാഗം കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ ഒരു ബുഷ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം താഴോട്ട് വരുമ്പോഴത്തേക്ക് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബുഷും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ബാക്ക് സ്ട്രക്ചർ വരുന്നത്. നമുക്ക് ഇത് തിരിച്ച് ക്ലോസ് ചെയ്യാം. നമുക്ക് ഇന്റീരിയറോട് ഒന്ന് കാണാം. നമുക്ക് അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവറിന് കിട്ടുന്ന രീതി കൊടുത്തു. പിന്നെ അത്യാവശ്യം ബിഗർ ആയിട്ടുള്ള സീറ്റാണ് കേട്ടോ. ഒരു ചാരും അത്യാവശ്യം രസമുണ്ട്. നല്ല കംഫർട്ടബിളായിട്ട് ചാരി ഇരിക്കാനുള്ള ഒരു പൊസിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എക്സ്ട്രാ സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു കവറായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ കവറായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാൻഡിൽ സൈഡിലേക്ക് വരാം. ഹാൻഡിൽ അത്യാവശ്യം ഒരു പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നേരത്തെയുള്ള വാഹനത്തിന്റെ അതേ ഒരു സ്ട്രക്ചറാണ് ഓൾമോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് വൈപ്പറിന്റെ കൺട്രോളാണ് ഈ ടോപ്പിൽ വരുന്നത്. വൈപ്പർ കൺട്രോളാണ്, ലൈറ്റ് കൺട്രോൾ, അതിന്റെ ഹൈ ബീം ലോ ബീം ഇവിടെ കൺട്രോൾ വരും. ഇവിടെയാണെങ്കിൽ നമുക്ക് മെനു കൺട്രോൾസ് ആണ് വരുന്നത്. അതാണ് നമുക്ക് ഈ ഭാഗത്ത് വരുന്ന കൺട്രോൾ. പിന്നെ നമ്മുടെ ആക്സിലേറ്ററിൻ്റെ ലിവർ നമുക്ക് ഈ ഭാഗത്താണ് വരുന്നത്. ഇത്രയാണ് റൈറ്റിൽ വരുന്നത്. നമുക്ക് ഫോണൊക്കെ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കണ്ടോ. ഇങ്ങനെ ഫോൺ വെച്ച് നാവിഗേഷനൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഫോൺ ഇവിടെ വെക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണാം ഈ സൈഡിലായിട്ട്. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മോഡുകളാണ്. ഡ്രൈവ് മോഡ്. ഇപ്പം ഡീലിട്ടാൽ വണ്ടി ഡ്രൈവിലേക്ക് പോകും. ന്യൂട്രൽ, റിവേഴ്സ്, ഇത് നമുക്ക് മോഡെന്ന് പറയാം. നമുക്ക് മോഡ് വരുമ്പോഴത്തേക്ക് ആക്ച്വലി കാണിച്ചു തരാം. ഇപ്പം ഡ്രൈവിലോട്ട് പോയി. ഇപ്പോൾ കണ്ടോ ഡ്രൈവിലേക്ക് വരുമ്പോൾ ഗ്രീൻ കളറാണ് വരുന്നത്. മോഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു നോർമൽ മോഡും കുറച്ചുകൂടെ പവർ മോഡും അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് ആ സ്വിച്ചാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ന്യൂട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂട്രലായി റിവേഴ്സ് വരുമ്പോഴത്തേക്ക് റിവേഴ്സ് ആയി. ഇത്രയാണ് വണ്ടിയുടെ ഗിയർ സിസ്റ്റം വരുന്നത്. ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് മൂവ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ കൺട്രോളാണ് നമുക്ക് ഇവിടെ വരുന്നത്. പിന്നെ ഹോൺ കൺട്രോൾ ശേഷം നല്ല ഹോണാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു 12 വോൾട്ട് DC-യുടെ നമുക്കൊരു ചാർജിങ് പോർട്ട്, നമുക്ക് എക്സ്ട്രാ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വാലറ്റോ കാര്യങ്ങളൊക്കെ വെക്കാം. സാധാരണ എപ്പോഴും നമുക്ക് പൈസയൊക്കെ ഇടാനുള്ള ഒരു സ്പേസ്, വാലറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് ഇടാനുള്ള ഒരു സ്പേസ് ആയിട്ട് പറയാം. നമുക്കൊരു ഹസാർഡിന്റെ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഡമ്മി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫംഗ്ഷനിങ് അല്ല, ജസ്റ്റ് ഒരു ഡമ്മി രീതി കൊടുത്തേക്കുന്നതാണ്. ഇത് ഹാൻഡ് ബ്രേക്ക് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന വണ്ടി പോകുന്നത് ഹാൻഡ് ബ്രേക്ക് ആണ്. നമ്മുടെ നോർമൽ ബ്രേക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ കീ കൺട്രോൾ വരുന്നത്. നിഷ് ഓൺ ആകുമ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ, സെൻസർ ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു എ പോർട്ട് USB ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ രഹസ്യ സ്റ്റോറേജ്, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, എന്തെങ്കിലും സാധനം കിട്ടുക ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയാണ് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് പറയാനുള്ള കാര്യം. പിന്നെ വേറൊരു സ്ഥലമുണ്ട്, നമുക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു ബോട്ടിൽ സ്പേസ്, ബോട്ടിൽ വെക്കാനുള്ള ഒരു സ്പേസ്, വെള്ളം കുടിക്കാനായിട്ടുള്ള ബോട്ടിൽ വെക്കാനുള്ള ഒരു സ്പേസ്. ഇത്രയാണ് ഫ്രണ്ട് നമുക്ക് എടുത്തോണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതും നമ്മൾ നേരത്തെ പഴയ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, ഒരു വിഗ്രഹങ്ങളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് പറയാം കേട്ടോ. പിന്നെ ഇതാണ് ഇതിനകത്ത് ഇതുകൂടെ കാണിച്ചു തരാം. ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, കിലോമീറ്റർ റേഞ്ച് എത്ര കിട്ടുമെന്നുള്ളത്, ഏത് മോഡിലാണ് വണ്ടി, ഏത് ഗിയറിലാണ്, ഏത് മോഡിലാണ്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്പേസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് സെക്കൻഡ് റോയിലേക്ക് ഇരുന്നു. സെക്കൻഡ് റോയിൽ ഉള്ള അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, രീതി നല്ലപോലെ ഉണ്ട്. സാധാരണ ഒരു ഓട്ടോയിലേക്ക് വരുമ്പോൾ നമുക്ക് 3 പേര് എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 4 പേരെ കയറ്റാം. ആ രീതിയിലുള്ള സ്പേസ് നമുക്ക് ലെങ്ത് ബേസ് ഉണ്ട്. സീറ്റ് ഭയങ്കര കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വീഗോയുടെ ബാഡിങ് കൊടുത്തിട്ടുണ്ട്. ലഗേജ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ലപോലെ ലഗേജ് വെച്ചിട്ടുണ്ട് വണ്ടി. വലിയ പ്രശ്നമൊന്നുമില്ല, ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും ഈ ഒരു വണ്ടിയിൽ. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ ലെഗ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു സ്പേസ്, ഒരു ബെഞ്ച് കൂടെ വെച്ചിട്ട് ആളെ ഇരുത്താൻ പറ്റും. നമ്മുടെ കേരളത്തിൽ നടക്കില്ല, മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ചിലപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡോർ അത്യാവശ്യം നല്ലൊരു സ്ട്രക്ചർ ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡോർ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഒരു ഭയങ്കര ഒരു മോശമില്ല, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഡോറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കളറും നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ടെക്സ്റ്റർ, ഇതിൻ്റെ ടെക്സ്റ്ററും നേരത്തെ ഉണ്ടായിരുന്ന ടെക്സ്റ്റർ തന്നെ അതിനകത്ത് മാറ്റം കൊടുത്തിട്ടില്ല. എങ്കിലും ഈ ഒരു ടെക്സ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു ഓവറോൾ ഇന്റീരിയർ അടിപൊളിയാണെന്ന് പറയാം. ഇവിടെ നമുക്ക് കീ ഇട്ട് തുറക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇത് ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാൽ ഇത് ചാർജറാണ് കേട്ടോ. നമ്മുടെ ഒരു ഓൺ ബോർഡ് ചാർജർ ഉണ്ടല്ലോ, 3 കിലോവാട്ടിൻ്റെ, അതിൻ്റെ ചാർജറാണ് ഈ കാണുന്നത്. ആക്ച്വലി ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ചാർജർ. നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. നേരത്തെ വണ്ടിയിൽ ബാക്ക് സൈഡിലായിരുന്നെങ്കിൽ ഫ്രണ്ടിലാണ് കൊടുത്തത്. അതിന് അഡീഷണൽ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ചാർജർ നമുക്ക് തിരിച്ചിവിടെ വെച്ച് ലോക്ക് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്യാം. ഇതാണ് ലോക്ക് സിസ്റ്റം. ഇതാണ് വണ്ടിയുടെ ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 4,41,000 എക്സ് ഷോറൂം പ്രൈസ് ആണ്. ഡൗൺ പേയ്മെന്റ് വരുമ്പോൾ ഒരു 35,000 ഡൗൺ പേയ്മെന്റ് അടച്ച് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. ഓൺലൈൻ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന അപ്ഡേഷൻസ് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കാൻ പറ്റും. ഇത്രയാണ് വണ്ടിയുടെ ഒരു ബേസിക് സ്ട്രക്ചർ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, വാറണ്ടി. 5 വർഷം അല്ലെങ്കിൽ 1,20,000 കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടിയുടെ വാറണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിഷയങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസിനെ പറ്റി അറിയാൻ പറ്റും.